കണ്ണൂർ വാണിയപ്പാറ ഇൻഫന്റ് ജീസസ് പള്ളിയിലെ 38-ാം നമ്പർ കല്ലറയിൽ മൃതദേഹം അടക്കം ചെയ്തതിനടുത്തായി പ്ലാസ്റ്റിക് പായയിൽ പൊതിഞ്ഞ നിലയിൽ വസ്തു കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത. മൃതദേഹമാണെന്ന സംശയത്തെ തുടർന്ന് കല്ലറ പോലീസ് സീൽ ചെയ്തിട്ടുണ്ട്. പ്രദേശത്ത് നിന്നും ദുരൂഹ സാഹചര്യത്തിൽ ആരെയെങ്കിലും കാണാതായിട്ടുണ്ടോ എന്നതും അന്വേഷിക്കുന്നുണ്ട്. കരിക്കോട്ടക്കരി പോലീസാണ് ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തുന്നത്. ബൈജു വിവരങ്ങളുമായി ചേരും. ബൈജു, ഈ ദുരൂഹത ഉണ്ട്, എന്താണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇതിനകം പ്രാഥമികമായി കണ്ടെത്തിയിരിക്കുന്നത്? രഞ്ജിത്ത്, ഇതിലൊരു സ്ഥിരീകരണത്തേക്ക് ഇതുവരെ പോലീസ് എത്തിയിട്ടില്ല. പക്ഷെ അപ്പോഴും ഒരു മൃതദേഹമാണ് എന്ന തരത്തിലുള്ള ഒരു നിഗമനത്തിലേക്കാണ് പോലീസ് എത്തുന്നത്. ഏതായാലും ഈ വസ്തു തുറന്നു പരിശോധിച്ചാൽ മാത്രമേ ഇതിൽ കൃത്യമായ ഒരു സ്ഥിരീകരണം ഉണ്ടാവൂ എന്നതാണ് ഏറ്റവും പ്രധാനം. ഇപ്പോഴും ഈ ദുരൂഹത തുടരുന്നു എന്ന് വേണം പറയാൻ. അതായത് ക്രിസ്തീയ ആചാരപ്രകാരം ഒരു കല്ലറയിൽ 2 മൃതദേഹം അടക്കം ചെയ്യുന്ന ആ ഒരു പതിവില്ല എന്ന് തന്നെയാണ് ഇടവക അംഗങ്ങളെല്ലാം പറയുന്നത്. അത് പള്ളി വികാരിയും ഉൾപ്പെടെ അത് പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ വസ്തു? ഇത്തരത്തിൽ ഒരു 4 വർഷം മുൻപ് ഇവിടെ നിന്നും ഒരാളെ കാണാതായിരുന്നു. അത് പുറത്തുനിന്നും ഇവിടെ വിവാഹം ചെയ്ത ഒരാളാണ്. അയാൾ ദുരൂഹ സാഹചര്യത്തിൽ കാണാതായിട്ടുണ്ട്. ഇനി അത്തരത്തിൽ ഏതെങ്കിലും സംഭവമാണോ എന്നതും പോലീസ് അന്വേഷിക്കുന്നു. അതോടൊപ്പം കൂടുതലായി ഈ പ്രദേശത്ത് ആരെങ്കിലും കാണാതായിട്ടുണ്ടോ എന്നത് സംബന്ധിച്ച് ഒരു ഭാഗത്ത് പരിശോധന നടക്കുന്നുണ്ട്. ഏതായാലും ഇത് പുറത്തെടുത്ത് പരിശോധന വൈകുമെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇടവക അംഗങ്ങളുടെ യോഗം നാളെ വിളിച്ചു ചേർത്തിട്ടുണ്ട്. ആ യോഗത്തിലൊരു തീരുമാനമായതിനു ശേഷമായിരിക്കും പോലീസുമായി സഹകരിച്ച് ഇത് തുറന്നു നോക്കുക. ഇതോടൊപ്പം തന്നെ പള്ളിയിലെ രേഖകളും പരിശോധിക്കുന്നുണ്ട്. 2006-ലും അതുപോലെ തന്നെ 2015-ലുമാണ് ഇതിൽ അവസാനമായി ഈ 38-ാം നമ്പർ കല്ലറയിൽ ഇങ്ങനെ ഒരു സംസ്കാര ചടങ്ങ് നടന്നത്. ഒരു 7 ദിവസം മുൻപാണ് ഒരു സംസ്കാര ചടങ്ങിനായി ഈ കല്ലറ വിട്ടുകൊടുക്കുന്നത്. അങ്ങനെ ആ സമയത്ത് തുറന്നു നോക്കുമ്പോഴാണ് ഇതിൽ ഇത്തരത്തിലൊരു മൃതദേഹത്തിന്റെ ഇതുണ്ട് അതിനകത്ത്. അതോടൊപ്പം പ്ലാസ്റ്റിക് പായിൽ പൊതിഞ്ഞ നിലയിലാണ് ഇത്തരത്തിലൊരു വസ്തു കാണുന്നത്. ഇത് പിന്നീട് ഫോട്ടോ എടുത്ത് വ്യാപകമായി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചതോടുകൂടിയാണ് ഇത് വലിയ ചർച്ചാ വിഷയമായത്. എന്തായാലും വലിയ ദുരൂഹത തുടരുന്നുണ്ട്. ഇനിയിപ്പോൾ മൃതദേഹമാണെങ്കിൽ അത് ഏതായാലും ഇത്തരത്തിലുള്ള ഒരു സംസ്കാരം നടത്തിയതാകാൻ സാധ്യതയില്ല. അങ്ങനെയാണെങ്കിൽ ഇത് ആരുടെ മൃതദേഹം എന്ന ചോദ്യമാണ് ഉയരുന്നത്. വലിയ തോതിൽ ഒരു ചർച്ചയായി തന്നെ ഇത് മാറുന്ന സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസമാണ് പോലീസ് എത്തി ഈ കല്ലറയിൽ നിന്നും ഈ ഒരു വസ്തു പുറത്തുനിന്നും പരിശോധിച്ചത്. പക്ഷേ കൃത്യമായൊരു പരിശോധന നടന്നിട്ടില്ല. അത്തരം പരിശോധന നടക്കണമെങ്കിൽ അത് RDO ഉൾപ്പെടെ സാന്നിധ്യം ആവശ്യമാണ്. അത്തരം നടപടികളിലേക്ക് പോലീസ് കടക്കുന്നതേ ഉള്ളൂ. ഇതിൽ ഏതായാലും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 7 ദിവസമായി ഇങ്ങനൊരു സംഭവം നടന്നിട്ടും ഇതിൽ പോലീസിൽ FIR ഇതുവരെ രജിസ്റ്റർ ചെയ്തത് കാണുന്നില്ല. പരാതി നൽകിയെന്ന് പള്ളി പറയുന്നുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള ഒരു FIR ഇതുവരെ രജിസ്റ്റർ ചെയ്ത് കാണുന്നില്ല. ഏതായാലും അടിമുടി ദുരൂഹത ഇതിൽ തുടരുന്നുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. ഈ ഒരു മൃതദേഹം ഇത് പൊതു സെമിത്തേരിയാണ്. അങ്ങനെ ഇത് പുറത്തു നിന്നുള്ള ആളുകൾക്കൊന്നും ഇതിനകത്ത് ഇങ്ങനെ ഏതെങ്കിലും വസ്തു അങ്ങനെ ഇത്തരത്തിൽ മൃതദേഹമായാലും അങ്ങനെ നിക്ഷേപിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അത് എങ്ങനെയാണ് എത്തിയെന്ന ചോദ്യമാണ് ഉയരുന്നത്. എന്തായാലും ഇപ്പോൾ പള്ളി ഇടവക അംഗങ്ങളുടെ യോഗം ചേരും. അതിനുശേഷമായിരിക്കും ഒരു തീരുമാനമുണ്ടാകുക. അങ്ങനെയാണെങ്കിൽ തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോടുകൂടി ഈ വസ്തു എടുത്ത് പരിശോധിക്കുന്ന സാഹചര്യം ഉണ്ടാവും. എന്തായാലും അതിനുള്ള നടപടികളിലേക്ക് കടക്കുകയാണ്. പോലീസ് പ്രാഥമികമായ ഒരു പരിശോധന മാത്രമേ നടത്തിയിട്ടുള്ളൂ. ഇപ്പോഴും ഇതിൽ എന്താണ് ഈ സംഭവം അല്ലെങ്കിൽ ഈ വസ്തു എന്ത് എന്നത് സംബന്ധിച്ച് ഒരു നിഗമനത്തിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല. മൃതദേഹം എന്ന രീതിയിൽ തന്നെയാണ് പോലീസ് ഇതിലൊരു പ്രാഥമികമായ വിവരം പങ്കുവെക്കുന്നത്. എന്തായാലും ഈ ദുരൂഹത ഇപ്പോഴും തുടരുന്നുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. രഞ്ജിത്ത്, ശരി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.